Good morning. Last class we had studied what are the different agents used for sterilization. അല്ലേ? അപ്പോൾ നമ്മൾ ഈ മൈക്രോബയോളജി കുറിച്ച് നിങ്ങൾ ഒരു ലാബ് കണ്ടിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചൊരു ബ്രീഫിംഗ് തന്നാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ മൈക്രോബയോളജിയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസോ എന്തെങ്കിലും കൾച്ചർ ചെയ്യുവാണ്. അങ്ങനെയാണല്ലോ മൈക്രോബിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ് കൾച്ചർ, അത് നമ്മൾ ഇന്ന് ക്ലാസ് പഠിക്കും. അപ്പൊ ആ കൾച്ചർ ചെയ്യാനുള്ള ഒരു വെസൽ പോലെ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഫ്ലാസ്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കൾച്ചർ ഡിഷ് എന്ന് പറയും. ഇതെല്ലാം കൾച്ചർ ഡിഷസ് ആണ്. ഇതെല്ലാം കൾച്ചർ ഫ്ലാസ്ക്സ് ആണ്. ഫ്ലാസ്ക് ഡിഷ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് ഓഫ് കൾച്ചർ യൂണിറ്റ്. ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ വലുതാണ്. അത് ഓരോ ഇത്ര ഡയമീറ്റർ എന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, ഇതൊരു കൾച്ചർ ഫ്ലാസ്ക്. നമുക്ക് സാധാരണ കോണിക്കൽ ഫ്ലാസ്ക് പോലെ തന്നെ അതിനെ അടയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോട്ടൺ, നോൺ അബ്സോർബൻ കോട്ടൺ എന്ന് പറയും. ഈ കോട്ടൺ വെച്ച് അടയ്ക്കും. കാരണം വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ടീരിയ ഇതിൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബാക്ടീരിയ ഒന്നും കയറാതിരിക്കാനാണ് ഇങ്ങനെ കോട്ടൺ വെച്ച് അടച്ചു വെക്കുന്നത്. ഓക്കെ, ഈ ഒരു സംഗതിക്കകത്താണ് നമ്മൾ മൈക്രോബിയൽ കൾച്ചർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റിനും മൈക്രോബ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ എല്ലാ ദേഹത്തായാലും നമ്മുടെ ചുറ്റിനും നമ്മൾ എടുക്കുന്ന പേന, ബുക്ക് എല്ലാം മൈക്രോബ്സ് ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയോ വൈറസസോ ഫംഗസോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള കൾച്ചർ വേണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ട് എവർ ബാക്ടീരിയ അല്ലെങ്കിൽ വാട്ട് എവർ മൈക്രോബ് യു ആർ സ്റ്റഡിങ് അത് മാത്രം കൾച്ചർ ചെയ്യണം. വേറെ ഒന്നും അവിടെ കാണാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷൻ വേണം. അതായത് വേറെ ഒരു മൈക്രോബും ഇല്ലാത്തൊരു ഏരിയ വേണം. ആ ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്യുപ്മെന്റ്. അതിനെ ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. യു വി ലൈറ്റ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ സർഫസ് എല്ലാം ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ഓഫ് മൈക്രോബ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മൈക്രോബയോളജിസ്റ്റ് ഇരുന്ന് മൈക്രോബിയൽ കൾച്ചർ ചെയ്യുന്നത്. കണ്ടോ, മാസ്ക് ഇട്ടേക്കുന്നു, കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നു. ഇത് ഫുൾ ഏരിയ ക്ലീൻ ആയിരിക്കും, സ്റ്റെറൈൽ ഇരിക്കും. ആ കണ്ടീഷനിലാണ് മൈക്രോബിയൽ കൾച്ചർ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഈ ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ കണ്ട ഇനോക്കുലേഷൻ അല്ല, അതായത് ഒരു കൾച്ചർ ആഡ് ചെയ്തു, സംഗതികളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ഈ കൾച്ചർ നടത്തുന്നത് ഇൻക്യുബേറ്ററിലാണ്. ഇതാണ് ഇൻക്യുബേറ്റർ. നമ്മൾ ഓവൻ പോലെ ഇരിക്കും. ഈ ഇൻക്യുബേറ്ററിന്റെ അകത്താണ് വെച്ച് മൈക്രോബിയൽ കൾച്ചർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുക ഫ്ലാസ്ക്. ഇതിപ്പോ ഓരോരുത്തർ അവരുടെ ഇൻട്രസ്റ്റ് പൂ പോലെയൊക്കെ വരച്ചേക്കുക. അതായത് ഒരു ഇനോക്കുലം എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ ആ കൾച്ചർ നടക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കും കോളനി. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇത് ഒരു മൈക്രോബിയൽ കൾച്ചർ കഴിഞ്ഞതാണ്. ഇങ്ങനെ മാർക്കും ചെയ്യും. ക്ലിയർ? ഇതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ.